നമസ്കാരം. നാളെ ലക്ഷ്മി ജയന്തി, വെള്ളിയാഴ്ച കൂടിയാണ്. ഈ ഒരു കാര്യം നാളെ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ സകലവിധ ബുദ്ധിമുട്ടുകളും സകലവിധ ദോഷങ്ങളും അകന്ന് ഒരുപാട് സൗഭാഗ്യത്തിലേക്ക്, നേട്ടത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. നാളെ മാർച്ച് മാസം 14-ാം തീയതി ലക്ഷ്മി ജയന്തിയാണ്. ഈ ദിവസം ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തുവാനായി ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ സകലവിധ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും. കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കടങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. മനസ്സിലെന്തെങ്കിലും ആശയുണ്ടെങ്കിൽ ആ ആശയൊക്കെ നിറവേറും. ലക്ഷ്മി ദേവിക്ക് നാളെ ഈ ഒരു വഴിപാട് നിങ്ങൾ ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ദുഃഖങ്ങളും എല്ലാവിധ ദുരിതങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും മാറി ഒരുപാട് ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും നിങ്ങൾ എത്തിച്ചേരും. ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. നാളെ ലക്ഷ്മി ദേവിയുടെ വിഗ്രഹം നിങ്ങളുടെ വീട്ടിൽ ഉണ്ട് എങ്കിൽ ഈ ഒരു ചെറു കാര്യം നിങ്ങൾ ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ, വലിയ ഐശ്വര്യങ്ങൾ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും. മനസ്സിൽ എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ട്, നിങ്ങളുടെ നടക്കാതെ പോയ എന്താഗ്രഹവുമായിക്കൊള്ളട്ടെ, അത് നടന്നു കിട്ടണം എന്ന് മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അത് നടന്നു കിട്ടും. ഉറപ്പായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ അല്ലെങ്കിൽ നേട്ടത്തിൻ്റെ സമയം തന്നെയായിരിക്കും ഇനി വന്നു ചേരാൻ പോകുന്നത്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ശുദ്ധിയാക്കുക എന്നത് തന്നെയാണ്. അത് തെക്ക് വടക്ക് ഭാഗമാണെങ്കിൽ ഏറ്റവും അനുകൂലമായിരിക്കും. മഞ്ഞൾ, ഉപ്പ് ഇവ കലക്കിയ വെള്ളം ഉപയോഗിച്ച് നിങ്ങളുടെ വീട് ഒന്ന് അല്പം വൃത്തിയാക്കുക. നല്ല രീതിയിൽ തന്നെ വൃത്തിയായിക്കൊള്ളട്ടെ. നിങ്ങളുടെ വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വൃത്തിയാക്കുക. എല്ലാ ഭാഗവും ഒന്നും വൃത്തിയാക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് ഭാഗമെങ്കിലും വൃത്തിയാക്കിയിടുക. അതിനുശേഷം നിങ്ങൾ ലക്ഷ്മി ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു നോക്കുക. തീർച്ചയായും നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം വന്നു നിറയുന്നതായി കാണുവാൻ സാധിക്കും. നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് സമൃദ്ധി വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും. ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധ്യമാകും. കുറച്ച് പച്ചരി എടുക്കുക. അതിലേക്ക് 1 രൂപ നാണയം ഇടുക. ശേഷം അല്പം പേപ്പറിൽ ഒരല്പം മഞ്ഞൾ പൊടി ഇടുക. മഞ്ഞൾ പൊടി ഇട്ടതിന് ശേഷം ഈ പേപ്പർ നന്നായിട്ട് മടക്കി ഈ അരിയോട് തന്നെ ഇട്ട് വെക്കുക. ലക്ഷ്മി ദേവിയുടെ വിഗ്രഹം വീട്ടിലുണ്ട് എങ്കിൽ ഈ വിഗ്രഹത്തിന് മുന്നിലാണ് ഇത് ചെയ്യേണ്ടത്. അതല്ല, നിങ്ങളുടെ വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ വിഗ്രഹം ഇല്ല എന്നുണ്ടെങ്കിൽ ലക്ഷ്മി ദേവിയുടെ ചിത്രത്തിലും ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ വീട്ടിൽ ഈ ഭാഗത്ത് ഒരു ചിരാതിൽ ഒരൽപ്പം നെയ്യൊഴിച്ച് ഒരു തിരിയിട്ട് വിളക്ക് കത്തിച്ച് ഈ പടത്തിന് മുന്നിൽ വയ്ക്കുക. എന്നിട്ട് സർവ്വവിധ ദോഷങ്ങളും അകലണം. ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറണം. നിങ്ങളുടെ കഷ്ടപ്പാടുകളൊക്കെ മാറണം. വിദ്യാഭ്യാസത്തിനാണെങ്കിൽ വിദ്യാഭ്യാസം, ജോലിക്കാണെങ്കിൽ ജോലി, അതല്ല നിങ്ങളുടെ കച്ചവടം നല്ല രീതിയിലാകണം, അതിനാണെങ്കിൽ അങ്ങനെ നിങ്ങൾ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ആ നടന്നു കിട്ടുന്ന സ്വപ്നം മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് ഈ ദീപത്തിന് മുന്നിലിരുന്ന് പ്രാർത്ഥന നടത്തുക. അത് നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യം തരും. ഇത് ചെയ്യേണ്ടത് വെള്ളിയാഴ്ചയാണ്, നാളെയാണ്. നാളെ തന്നെ രാവിലെ തന്നെ ചെയ്യുക. ഒരുപക്ഷെ രാവിലെ ഒന്നും ചെയ്യാൻ സമയമില്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഇത് ചെയ്യാവുന്നതാണ്. വൈകുന്നേരം ചെയ്യുകയാണ് എങ്കിൽ 7 മണിക്ക് ശേഷം മാത്രം ചെയ്യുക. അതുപോലെ വെളുപ്പ് അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിച്ച് ലക്ഷ്മി ദേവിയെ ആരാധിക്കുക. വെളുത്ത അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചു വേണം നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യേണ്ടത്. അതുപോലെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂവളത്തിൻ്റെ ഇലകൾ ഉപയോഗിച്ച് ലക്ഷ്മി ദേവിയെ പൂജ ചെയ്യുക. എങ്ങനെ പൂജ ചെയ്യുക? ഒരു ലക്ഷ്മി ദേവിക്ക് കൂവളമാല ചാർത്തിയാലും മതി. അതും നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ വന്നു നിറയുവാൻ കാരണമാകും. കൂവളത്തിൻ്റെ ഇലയിൽ ചന്ദനം അല്ലെങ്കിൽ മഞ്ഞൾ പുരട്ടി
ലക്ഷ്മി അഷ്ടോത്തരം ചൊല്ലുക. അതല്ലെങ്കിൽ താമരപുഷ്പം, അത് നിങ്ങൾ ലക്ഷ്മി ദേവിക്ക് സമർപ്പിച്ചാലും മതി. നിങ്ങളുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകും. അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയെ നിങ്ങൾ ഗംഗാജലം ഉപയോഗിച്ച് അഭിഷേകം ചെയ്യുന്നതും നിങ്ങൾക്ക് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്നു ചേരും. ഈ ഗംഗാജലം എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ പോസ്റ്റ് ഓഫീസിലൊക്കെ നേരത്തെ ഗംഗാജലമൊക്കെ കിട്ടുമായിരുന്നു, ഇപ്പോഴും കാണുമായിരിക്കും. നിങ്ങളൊന്ന് അന്വേഷിക്കുക. ഗംഗാജലം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. നിങ്ങൾക്ക് എല്ലാവിധ ദോഷങ്ങളും അകന്ന് നിങ്ങളുടെ സകലവിധ കഷ്ടപ്പാടുകളും മാറി ലക്ഷ്മി ദേവിയെ നിങ്ങളുടെ വീട്ടിലേക്ക് ആനയിച്ച് നിങ്ങൾക്ക് എല്ലാ ദുഃഖങ്ങളും മാറി നിങ്ങൾക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരുവാൻ ഇത് കാരണമാകും. നിങ്ങളിങ്ങനെ ചെയ്തതിന് ശേഷം ഈ അരിയും ഈ 1 രൂപ നാണയവും ഒരു വെള്ള തുണിയിൽ പൊതിയുക. വെള്ള തുണിയിൽ പൊതിഞ്ഞതിന് ശേഷം നിങ്ങളുടെ അലമാരയിൽ വയ്ക്കുക. അലമാരയിൽ ഇത് വെച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് പണം പെരുകുന്നതായി കാണുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറുന്നതായി കാണുവാൻ സാധിക്കും. നമ്മൾ പേപ്പറിൽ മഞ്ഞപ്പൊടി വെച്ചിരുന്നു, മഞ്ഞൾ പൊടി. ആ പൊടി എടുക്കുക, ഒരു വെള്ളത്തിൽ കലക്കിയതിന് ശേഷം അത് വീടിൻ്റെ മുൻവശത്ത് തെളിക്കുക. സകലവിധ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരും. അതുപോലെ തന്നെ ഒരു നാരങ്ങ എടുക്കുക. നാരങ്ങ എടുത്തതിന് ശേഷം അതിനകത്ത് തേൻ പുരട്ടുക. തേൻ പുരട്ടി ലക്ഷ്മിക്ക് സമർപ്പിക്കുക. പൂജകളൊക്കെ ചെയ്യുമ്പോൾ ഒരു ചുമന്ന കുങ്കുമം നമ്മളുടെ നെറ്റിയിൽ ചാർത്തിയതിന് ശേഷം മാത്രമേ കുങ്കുമം നെറ്റിയിൽ ചാർത്തിയതിന് ശേഷം മാത്രമേ ഇത്തരം കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പാടുള്ളൂ. അത് നിങ്ങൾക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഐശ്വര്യവും ഒക്കെ തരും. ഏതായാലും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് ഇത് തുടക്കമാകും. ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. ഇത് നാളെ ചെയ്യുക. ലക്ഷ്മി ദേവി നിങ്ങളെ അനുഗ്രഹിക്കും. നാളെ മാർച്ച് 14 മറ്റൊരു പ്രത്യേകതയുണ്ട്, വെള്ളിയാഴ്ച കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത് ആര് ചെയ്യുന്നുവോ അവർക്കൊക്കെയും വളരെ പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ വളരെ പെട്ടെന്നൊരു വലിയ നേട്ടം, വലിയ ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതം മാറും. തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും. നിങ്ങളുടെ സർവൈശ്വര്യത്തിൻ്റെയും സർവ്വനേട്ടത്തിൻ്റെയും സമയം തുടങ്ങുകയായി. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന എന്ത് കാര്യമാണെങ്കിലും അത് നടന്നു കിട്ടുവാൻ ഈ ഒരു കാര്യം ചെയ്യുക. വളരെ സിമ്പിളാണ്. ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഒരു ചെറിയ പാത്രം എടുക്കുക. പാത്രം എടുത്തതിന് ശേഷം കുറച്ച് അരി ഇടുക. അതിലേക്ക് 1 രൂപ നാണയം ഇടുക. അതിനുശേഷം ഒരു അല്പം മഞ്ഞൾപ്പൊടി എടുത്തതിന് ശേഷം ഒരു പേപ്പറിൽ പൊതിഞ്ഞ് അവിടെ വെക്കുക. പൂജ ചെയ്ത് ഈ മേൽ പറഞ്ഞ രീതിയിലുള്ള പൂജകളൊക്കെ ചെയ്തതിന് ശേഷം ഈ അരിയും ഈ നാണയവും കൂടി ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞ് നിങ്ങളുടെ അലമാരയിൽ വെക്കുക. മഞ്ഞപ്പൊടി നിങ്ങളുടെ ഒരു ഗ്ലാസ്സിൽ കലക്കി വെള്ളത്തിൽ കലക്കിയതിന് ശേഷം നിങ്ങളുടെ വീടിൻ്റെ മുൻവശത്ത് തെളിക്കുക. സകല ദോഷങ്ങളും മാറിക്കിട്ടും. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള എല്ലാ കടപ്രശ്നങ്ങളും എല്ലാ ധനവരവിനും ഒക്കെ കാരണമാകും. ഏതായാലും ചെയ്തു നോക്കുക. നല്ലൊരു റിസൾട്ട് നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി, നമസ്കാരം.